ഞാൻ കുറേ ആയി നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമുക്കിതാ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങിയിരുന്നു. ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ ചെടികളാണ് കേട്ടോ. എന്താ പറയുക, 50, അതേമാതിരി 30, 40 ഇതൊക്കെ നല്ല വിലയുള്ള സംഭവങ്ങളാണ്. ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇലച്ചെടികളാണ്. പിന്നെ ഇതൊരു ആന്തൂറിയാണ് കേട്ടോ. ഞാൻ ആന്തൂറിയത്തിൻ്റെ കുറച്ച് ഗാർഡൻ സെറ്റ് ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ കിട്ടാനൊക്കെ പാടായതുകൊണ്ടും ഞാൻ കൊറിയർ വഴി ഞാനൊക്കെ അന്വേഷിച്ചു കേട്ടോ. അപ്പോൾ 220ഒക്കെയാണ് പറയുന്നത്. പക്ഷേ അതിലേക്ക് കൊറിയർ ചാർജും കൂടെ വേണം. പിന്നെ അതിവിടെ നമുക്ക് എടുക്കുകയാണെങ്കിൽ ബൾക്കായിട്ടുള്ള ഓർഡർ പിന്നെ എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ കുറച്ച് ബാക്കോട്ടായി നിന്നതാണ് കേട്ടോ. പിന്നെ നമ്മളിത് ഓർഡർ ചെയ്ത ഒരു ചെടിയാണ് ആമസോണിൽ നിന്ന് നമ്മൾ പിന്നെ ഓർഡർ ചെയ്തൊരു റോസിൻ്റെ ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ എങ്ങനെയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, കാരണം 3-4 നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് വന്ന ഫസ്റ്റത്തെ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു പാക്കിലായിട്ടാണ് കിട്ടിയിരുന്നത് കേട്ടോ. ഒരൊറ്റ ഇല ഉണ്ടായിരുന്നില്ല, ഒക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു, കാരണം 150 രൂപയോ ഏറ്റവും ആയിട്ടുണ്ട് കേട്ടോ അതിന്. അപ്പോൾ ഇലയൊന്നും കാണാതായിരുന്നപ്പോൾ തന്നെ ഒക്കെ നാശമായി പോകുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇതാഇപ്പോൾ നന്നായിട്ട് തളർത്ത് വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം, കാരണം 2 ആഴ്ചയിൽ ഏറെ ആയിട്ടോ അങ്ങനെ അത് വെച്ചിട്ട്. അപ്പോൾ ഇലകളൊക്കെ വരുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ഇതൊരു ഇലച്ചെടിയാണ്, അതിൽ നന്നായിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പൂക്കളുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇത് ഞാൻ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ അതേപോലെ മീഷോയിലൊക്കെ നമ്മൾ അടിച്ചു നോക്കുമ്പോൾ 65, 75 അങ്ങനത്തെ ആ ഒരു റേറ്റൊക്കെയാണ് കേട്ടോ. അത് പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് 100 രൂപേൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പം ഞാൻ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് നമ്മൾ പിന്നെ ഞാൻ ഉപ്പച്ചിൻ്റെ ഏട്ടൻ്റെ അവിടുന്ന് കൊടുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് മഞ്ഞ തെച്ചിയാണ് നേരത്തെ കണ്ടത്. പിന്നെ ആന്തൂറിയം അതൊക്കെ നമ്മൾ ഓരോ ഭാഗത്തുനിന്ന് വാങ്ങിയതാണ്. അത് തെച്ചി നമ്മൾ പിന്നെ പൈസ കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ ഇതേപോലെ ഓരോ ഭാഗത്തുനിന്ന് വാങ്ങി വെച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ മെലസ്റ്റോമ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുറ്റത്ത് വലിയ മരമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കമ്പ് പൊട്ടിച്ച് കുത്തിയതാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ അടുത്ത് ആദ്യമുള്ള പഴയ ചെടികളാണ് കേട്ടോ. പിന്നെ ഇതാ കറ്റാർവാഴ, അത് കാക്കൻ്റെ സ്റ്റാഫുകൾ കൊടുന്നു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റീപോർട്ട് ചെയ്യണം വിചാരിച്ചു. പിന്നെ ഇത് ആന്തൂറിയം നമ്മൾ 75 രൂപക്കാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇത് കുറച്ച് റോസുകൾ നമ്മൾ കുത്തിവെച്ചതായിരുന്നു. നന്നായിട്ട് എല്ലാം തളിർത്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടി റോസ് ഉണ്ടല്ലോ, കുഞ്ഞ് റോസ്, അതാണത്. ഇത് നമ്മളെ മുറ്റത്തുണ്ടായിരുന്നത് കുട്ടികൾ മുറിച്ച് കുത്തിയതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പിന്നെ മുട്ടും പൂവൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് തളിർ ഭാഗം കുത്തിയാലും ഉണ്ടാവില്ല എന്നാട്ടോ. പക്ഷേ ആ ഒരു ഭാഗം അവർ കുത്തിയപ്പോൾ നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ നടുന്ന സമയത്ത് ഇതേപോലെ തളിരും അതേപോലെ മുട്ടും പൂവും കായൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് കാണാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കുമല്ലേ. ഞാൻ എപ്പോഴും ഇങ്ങനെ വന്ന് നോക്കും കേട്ടോ, അതിന് ഇല വന്നോ, പിന്നെ അതേപോലെ മുട്ട് വന്നിട്ടുണ്ടോ, പൂ വന്നിട്ടുണ്ടോ എന്നൊക്കെ അങ്ങനെ നോക്കും കേട്ടോ. പിന്നെ നമ്മുടെ മെലസ്റ്റോമിൻ്റെ ചെറിയ തൈയാണിത്. ഇത് നന്നായിട്ട് പൂവൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ റോസാണ്. ഇതിൽ നിന്നാണ് നമ്മൾ നേരത്തെ ആ പൂ കണ്ടില്ലേ, അത് എടുത്ത് കമ്പ് കുത്തിയത് കേട്ടോ. കണ്ടില്ലേ, മെലസ്റ്റോമ ഇത്ര ഹൈറ്റ് വന്നിട്ടുണ്ട്. ഇതിലും ഹൈറ്റിൽ വരുന്നുണ്ട് കേട്ടോ, ചില ഭാഗത്തൊക്കെ കാണാനുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൽ ഇല കാണാണ്ട് പൂവുണ്ടാവും. നന്നായിട്ട് വെള്ളം വേണം അതിന്. മഴ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പൂവുണ്ടായിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം, വേനലിലാണെങ്കിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്താണ് ഇതിന് നന്നായിട്ട് പൂ വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെയൊക്കെ ഇലച്ചെടികളാണ് കേട്ടോ. ഇത് നമ്മുടെ പിന്നെ എന്താ പറയുക, ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് പിന്നെ ഒരു 3-4 തൈകൾ നമുക്കിതിന്ന് കിട്ടും. അപ്പം നമുക്കിതൊന്ന് പിരിച്ച് നടാം കേട്ടോ. അപ്പോൾ ഇതിന് 70 രൂപയോ 80 രൂപയോ ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇതേപോലെ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഒരു ഇത്തയാണ് കേട്ടോ, അവരോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർക്ക് നിറയെ ആന്തൂറിയത്തിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അത് ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഒന്നിന് 220 രൂപയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഫ്ലവർ കുറച്ച് ചെറുതാണ്.
പക്ഷേ അതിൻ്റെ ഫ്ലവർ പിന്നെ കുറച്ച് വലിയ ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ. പല കളറിലുള്ളതും പല മോഡലുള്ളതും ഒക്കെ ഉണ്ട് അവരുടെ അടുത്ത്. പക്ഷേ 220 രൂപയാണ്. പിന്നെ നമ്മൾ പിന്നെ DTDC വഴിയാണ് അവർ അയച്ചു തരിക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ കൊറിയർ ചാർജ് കൊടുക്കേണ്ടി വരും. പിന്നെ അതുമല്ല അവർ പിന്നെ 3-4 എണ്ണം അതേമാതിരി 4 എണ്ണം 3 എണ്ണം ഒക്കെ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ അവർ അയച്ചു തരുള്ളൂ എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർക്ക് അത്രയൊക്കെ മുതലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ ആ ഒരു ആഗ്രഹം വിട്ടു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ എവിടുന്നേലൊക്കെ നമ്മൾ വാങ്ങിയിട്ട് അങ്ങനെ വെക്കാമെന്നുള്ള ഐഡിയ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ പിന്നെ ഇത് നമ്മൾ വേരിങ്ങനെ അടർത്തിയെടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ മഴ പെയ്യുന്നതിന് വേണ്ടിയിട്ട് മുറ്റത്ത് ഇതേപോലെ ഷീറ്റ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിലാണ് നമ്മൾ തുണികളൊക്കെ ഉണക്കാനിടുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നിട്ടാണ് ഇത് നമ്മൾ റീപ്ലാന്റ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചത്തിൻ്റെ കുറച്ചൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് എന്താ പറയുക ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊരു റിസ്ക്കാണ് ഇങ്ങനെ അടർത്തിയെടുക്കാൻ. കാരണം അതിൻ്റെ റൗണ്ടായിട്ടാണ് അതിൻ്റെ വേര് ഇങ്ങനെ പോയിട്ടുള്ളത് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് അടർത്തിയെടുത്തിട്ടുണ്ട്. 3-4 തൈ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് പോട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോട്ടിലാണ് നമ്മൾ പോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ട ഓടും കരികളും മണ്ണും ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികം മണ്ണിട്ടിട്ടില്ല. കരിയും ഓടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. സാധാരണ നമ്മൾ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ്. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എനിക്കറിയില്ല, ഞാൻ ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് മുമ്പ് ഞാനൊരു ആന്തോറി മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വേര് ഞാൻ കുറച്ചൊക്കെ ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അത് നാശമായി പോവോ എന്താണെന്ന് അറിയില്ല. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ട് തന്നെ നാശമായി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടമായി പോവും. അങ്ങനൊരു ഇതിലാണ് വെക്കുന്നത്. ഭയങ്കര ഒരു ഇഷ്ടത്തോടെ ചെയ്യുന്നൊക്കെ ഒരു പണികളാണ് ഈ ഒരു പണികളൊക്കെ കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കറ്റാർവാഴയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇതേപോലത്തെ പാത്രത്തിൽ തന്നെ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല റേറ്റുള്ള പോട്ടാണ് കേട്ടോ. 40 രൂപ 50 രൂപയൊക്കെയാണ് ഒരു പോട്ടിന്. പിന്നെ അവർ ഷോപ്പിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതുകൊണ്ട് കുറച്ചൊരു റേറ്റ് കമ്മിയായിട്ടുണ്ടാവും. നമ്മുടെ അവർ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ നിന്ന് തന്നെ ആയതുകൊണ്ട്. ഇത് കറ്റാർവാഴയൊക്കെ നമ്മൾ സേഫായിട്ട് തന്നെ പോട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ആന്തോറിയും പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കേട്ടോ. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വാടി പോവാതൊക്കെ നിന്നാൽ മതിയായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മൾ ആദ്യം വെച്ച മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു പറഞ്ഞില്ലേ, അതാണ് കേട്ടോ. ഇത് വലിയ കുഴപ്പമില്ല. വേരൊക്കെ വരുന്നുണ്ട്, തളിരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ആ പൂവ് കഴിഞ്ഞു.